ലോകത്തിലെ ഏറ്റവും പഴയ സാഹിത്യം വേദസാഹിത്യമാണ്. ഇത്രയും മഹത്വവും ഗാംഭീര്യവുമുള്ള ഒരു അക്ഷരസമാഹാരം അക്കാലത്ത് വേറെയുണ്ടായിട്ടില്ല. അതിലുപയോഗിച്ച വാക്കാണ് ഭാരതം. ഭാരതീയരെ ഭാരതജനം എന്നാണ് അതിൽ വിശേഷിപ്പിക്കുന്നത്. ആകാശവും ഭൂമിയും ചേർന്ന് നടത്തുന്ന ഒരാശംസയായിട്ടാണ് ഈ ചിന്ത ഋഗ്വേദത്തിൽ വെളിപ്പെടുന്നത്. ഭാരതത്തിൽ ജനിച്ച് ജീവിക്കുന്നവരെല്ലാം ഭാരതജനമാണ്. ഏത് മതവും വേദവും ദേശവും ആവട്ടെ വ്യത്യാസമില്ല എന്ന് സാരം. അതാണ് ഭാരത ജനത. ഇന്നും നമ്മുടെ ഭരണഘടന അതിനെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞും സ്വീകരിച്ചിരിക്കുന്നു. ഈ അതിസൂക്ഷ്മമായ ഏകചിന്തയുടെ ധന്യധാരയാണ് ഭാരതീയതയുടെ ബീജം. ഭൂമിശാസ്ത്രത്തെയല്ല അതിൽ ആരാധിക്കുന്നത്, മറിച്ച് മനുഷ്യരെയാണ്. അന്ന് ഭൂമിയും മനുഷ്യരുമാണ് ഉണ്ടായിരുന്നത്. അവർ യോജിച്ചിരുന്നു. അതുവഴി അവർ ഭാരതത്തിന് ഒരു ചരിത്ര ദർശനം കൊടുത്തു. ജനം വർദ്ധിക്കും, ചുരുങ്ങും, മാറിവരും. അവരെയെല്ലാം വേദം ഭാരതീയരായി കണ്ടു. അതുകൊണ്ട് തന്നെ ഭാരതമെന്നത് വളരുന്ന ഒരു പ്രതിഭാസമാണെന്ന അർത്ഥബോധം പഴയ ഋഷികൾ നമുക്ക് നൽകി.